ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അത്യുന്നതനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഇന്നുമെന്നും എന്നേക്കും മഹത്വപ്പെടുത്തുകയും പൊഴുത്തപ്പെടുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തന് എല്ലാ മഹത്വവും തൃപാദത്തിൽ അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു സുദിനം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചന ചിന്ത നമ്മളെ ധന്യരാക്കും, നമ്മളെ നവീകരിക്കും, നമ്മളെ പുതുജീവൻ പകരും. പുതിയ കൃപകൾ, പുതിയ അനുഗ്രഹങ്ങൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട്, ലൗകിക ദൃഷ്ടി കൊണ്ട് കാണാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ആത്മനയനങ്ങൾ പ്രശോഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. അപ്രകാരം നമ്മുടെ ഉൾനയനങ്ങളെ പ്രശോഭിക്കുവാനും പ്രകാശിപ്പിക്കുവാനും നമുക്ക് തിരുവെഴുത്തുകളെ വീണ്ടും നമുക്ക് ധ്യാനിക്കാം. 109 സങ്കീർത്തനത്തിൽ നമ്മൾ ശാപവാക്കുകൾ കുറേയുണ്ട്, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ കർത്താവ് പറയുന്നുണ്ടോ? കർത്താവിൻ്റെ വായന്നിങ്ങനെ വരുമോ? തീർച്ചയായിട്ടും നമ്മൾ കാണും. നമ്മൾ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് പോകുവീൻ അല്ലേ പറയുന്നുണ്ട്. ശപിക്കപ്പെട്ടവരെ എന്ന് കർത്താവ് വിളിക്കുന്നുണ്ട്. അത് എൻ ടൈമാണ്, അത് ന്യായവിധിയിലാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒടുക്കപ്പെട്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങൾ പോകുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നാശത്തിലേക്ക് വിട്ടുകളയുന്ന കാണും. കാരണം അവർ അംഗീകരിച്ചില്ല കർത്താവിൻ്റെ രക്ഷ. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റുകഴിയുമെന്ന് എബ്രായലേഖന കർത്താവ് പറയുന്നു. അപ്പോൾ അവർ ഇത്ര വലിയ രക്ഷ അവർ ഗണ്യമാക്കിയില്ല, അവർ അവഗണിച്ചു. അതുകൊണ്ടാണ് അവർക്ക് നാശം വന്നത്. ഇവിടെ നമ്മൾ നെഗറ്റീവ് ഇതൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, അവൻ ദയ കാണിക്കുവാൻ മറന്നു കളഞ്ഞു. 12-ാമത്തെ വാക്യത്തിൽ എളിയവനെയും ദരിദ്രനെയും മനം തകർന്നവനെയും മരണവരെ ദ്രുവദിച്ചു. ശാപം അവന് പ്രിയമായിരുന്നു, അത് അവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അത് അവനെ വിട്ടകന്നു പോയി. അവൻ വസ്ത്രം പോലെ ശാപം ധരിച്ചു, അത് വെള്ളം പോലെ അവൻ്റെ ഉള്ളിലും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലും ചെന്നു. അത് അവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യം അരക്കി കിട്ടുന്ന കച്ച പോലെയും ഇരിക്കട്ടെ. ഇതെൻ്റെ എതിരാളികൾക്ക്, എനിക്ക് വിരോധമായി ദോഷം പ്രവർത്തിക്കുന്നവർക്കും യഹോവ കൊടുക്കുന്ന പ്രതിഫലമാകുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇതുപോലെ ഒരു സംഭവം നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് അപ്പോസ്തലൻ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ കൂടി. അവിടെ വളരെ മനോഹരമായ ഒരു ഉദാഹരണമാണത്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസിനെയും ബർമാസിനെയും പറഞ്ഞയക്കുകയാണ്. ഇവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് പോവുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ബർമാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് അവർ വേർതിരിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞ് പരിശുദ്ധാത്മാവ് അത് പറഞ്ഞിട്ട് അവർ അതിനു വേണ്ടി തയ്യാറായി. എന്നിട്ട് പരിശുദ്ധാത്മാവ് അവർ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്ന് അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലേമിസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. അവിടെ ചെന്നപ്പോഴാണ് പൗലോസ്ലീഹ കാണുന്ന അവിടെ 9-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ അവിടെ ഒരു സെർഗ്യൂസ് ദേശാധിപതി ഉണ്ടായിരുന്നു. സെർഗ്യൂസ് പൗലോസ് എന്ന ഒരു ഗവർണർ ആ ദേശത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ദേശാധിപതിക്ക് ഈ അപ്പോസ്തലന്മാർ പൗലോസിനെയൊക്കെ വരുത്തി അവരുടെ പ്രസംഗം കേൾക്കണമെന്നുണ്ട്. അങ്ങനെ അവരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ട് പൗലോസ്ലീഹ എല്ലാം പറയുകയാണ്. സുവിശേഷമൊക്കെ പറയുമ്പോൾ അവിടെ ബെറയേശു എന്ന് പറയുന്ന ഒരു വിദ്വാൻ, അതാണ് അവൻ്റെ പേരിൻ്റെ അർത്ഥം. ബെറയേശു എന്ന പേരുള്ള യഹോവനെ കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു എന്ന് പറയുന്നത്. അവൻ സെർഗ്യൂസ് പൗലോസ് എന്ന ബുദ്ധിമാനായ ദേശാധിപതിയോടുകൂടിയായിരുന്നു. അവനോട് കൂടെ ഉള്ളതാണ് ഈ കള്ളപ്രവാചകൻ ബെറയേശു എന്ന പേരുള്ള യേശുവിൻ്റെ പുത്രൻ, പുയാനയുടെ പുത്രൻ, യേശുവിൻ്റെ പുത്രൻ എന്നൊക്കെയാണ് പറയുന്നത്. കണ്ടോ, അവിടെ അതിൻ്റെ തന്നെ ഇതോട്ട് വരികയാണ്. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവൻ ഈ പൗലോസ്ലീഹ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ഈ ശ്രദ്ധ തിരിക്കും എന്തോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദേശാധിപതി വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ ദേശാധിപതിയുടെ വിശ്വാസത്തെ തടുക്കുകയാണ്. ഇവരൊക്കെ ചുമ്മാ ഇങ്ങനെ ഈ പണിയില്ലാതെ നടക്കുന്നവരൊക്കെ ഇങ്ങനെ പറയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കമൻസ് പറഞ്ഞതാണ്. അതൊക്കെ ഉൾക്കൊണ്ടിട്ട് മനസ്സ് അങ്ങനെ ദൈവത്തിലേക്ക് ചായാതെ അങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവന് അതിൽ കൂടെ വരുമാനം ഉണ്ടാക്കി, ഇവൻ്റെ തൊഴിലല്ലേ. അതുകൊണ്ട് അവൻ അതിനൊരു ഛേദം വരാൻ അവൻ സമ്മതിച്ചില്ല എന്നാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതിൽ പൗലോസ്ലീഹ അപ്പോൾ എന്ത് ചെയ്തു? കള്ളപ്രവാചകൻ ഉറ്റുനോക്കുന്നതായിട്ടാണ് 9-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെ ശത്രുവേ,
അപ്പോൾ കർത്താവിൻ്റെ കരം നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറയും. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു. കൈപിടിച്ച് നടത്തുന്നവരെ തെരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഇതുണ്ടായിട്ട് ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. അപ്പോൾ ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ശാപവാക്കുകൾ പറഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കുക. അവൻ്റെ കണ്ണ് കുരുടായി തീർന്നു, അവനൊന്നും കാണാൻ പറ്റാത്തതിനായി തീർന്നു. അപ്പോൾ ഇതെങ്കിലും ആശ്ചര്യപ്പെട്ടിട്ട് ഈ ദേശാധിപതി എന്ത് ചെയ്തു? ദൈവത്തിൽ വിശ്വസിക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ പറയാമോ? അത് തീർച്ചയായും ദൈവത്തിൻ്റെ നീതിയാണ്. സോദോം ഗൊമോറയെക്കുറിച്ച് ദൈവം എന്താ പറയുന്നത്? അതിൻ്റെ ആ പാവം കവിഞ്ഞു. അതുവരെ ദൈവം നോക്കിക്കൊണ്ടിരുന്നു, ഒരു മാറുമോ പിന്മാറുമോ, ഒരു ദൈവത്തിനിലേക്ക് വരുമോ എന്നൊക്കെ. ഇല്ല, മേൽക്കുമേൽ ഒരു തിന്മയിൽ മുതിർന്നു വന്നു. അപ്പം അത് എത്തിപ്പോയവരെ അവിടുന്ന് തന്നെ അത് ശിക്ഷ വിധിക്കുകയാണ്. ശിക്ഷാവിധി കാണുക, അഗ്നി അയച്ച്, അല്ലേ, തീമഴ വെയിച്ച് അഗ്നി അയച്ച് അവരെ ആ ദേശത്തെ നശിപ്പിക്കുന്നതായിട്ട്. അത് മാത്രമല്ല, അഗ്നി അയക്കുന്നതിൻ്റെ പ്രത്യേക കാരണം അവിടെ ഈ മൊറാലിറ്റി ഇല്ല, ഇമോറൽ ലൈഫ്, ധാർമ്മിക ജീവിതം മുഖാന്തരം അങ്ങനെയുള്ള രോഗങ്ങൾ, ഭയങ്കര മാരകമായ രോഗങ്ങൾ പിടിച്ചിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എല്ലാം ആ രോഗാണുക്കൾ കാണും, അശുദ്ധിയുടെ ഒക്കെ. അപ്പോൾ അതിനെയൊക്കെ ദഹിപ്പിക്കാനായിട്ടാണ് ദൈവം ഉയർത്തുന്ന. ഇതിൻ്റെ കുറച്ച് ഭാഗം കേൾക്കാതെ വന്നു എന്നറിയില്ല, സോറി. അപ്പോൾ ദൈവവചനപ്രകാരം നോക്കുമ്പോൾ ഇതിന് അത് പിന്തുണയുണ്ട്, അതിന് പിൻബലമുണ്ട്, ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇതെല്ലാം പറയുകയാണ്. എന്നിട്ട് അതുപോലെ ബെറിയോശ് എന്ന് പറഞ്ഞ വിദ്വാൻ അങ്ങനെ സംഭവിച്ചു. എന്നാൽ ആ ദേശാധിപതി ഈ ചെയ്ത് കണ്ട് പൗലോസ് പറയുന്നത് പോലെ സംഭവിച്ചു കണ്ടിട്ട് വിസ്മയിച്ച് വിശ്വസിച്ചെന്ന് പറയുന്നത്. അതൊരു മനോഹരമായൊരു വാക്കായിട്ട് കാണും, വിസ്മയിച്ച് വിശ്വസിച്ചു. അപ്പോൾ ദൈവത്തിന് തന്നെ എതിരായാൽ പിന്നെ ആ മനുഷ്യനെ ആര് സഹായിക്കും? ദൈവപ്രവർത്തനത്തിന് വിരോധമായിട്ട് എഴുന്നേൽക്കുന്നവർ, അവർക്ക് ദൈവം അവസരം കൊടുക്കുകയാണ് അവർ മടങ്ങി വരാൻ. ഈ ശൗല് തന്നെ, പൗലോസ് അപ്പോസ്തലൻ തന്നെ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചതാണല്ലോ. അവനായിരിക്കുന്നതിൽ അവൻ തീക്ഷ്ണതയോടെ നിന്നു, സത്യമാർഗത്തിലേക്ക് നയിച്ചതായിട്ട് നമ്മൾ കാണുകയാണ്. ഇവിടെ 109 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ശാപം അവന് പ്രിയമായിരുന്നു, അതവന് ഭവിച്ചു, അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അതവനായി വിട്ടകന്നുപോയി. എന്തിനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് തന്നെ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ആഗ്രഹമുണ്ട്, എൻ്റെ അപേക്ഷയെന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. എസ്തേറിനോട് രാജാവ് ചോദിക്കുന്നുണ്ട്, രാജസന്നിധി ചെന്നുകൊണ്ട്, എസ്തേറെ എന്നിൻ്റെ അപേക്ഷയെന്ന് എൻ്റെ ആഗ്രഹമെന്ന്. എൻ്റെ അപേക്ഷ എന്താ? അത് ആഗ്രഹമാണോ? അപേക്ഷ ആഗ്രഹമായി തീരണം. എല്ലാ ആഗ്രഹങ്ങളും അപേക്ഷയായിട്ടല്ല, അപേക്ഷിക്കുന്നത് യഥാർത്ഥ ബോധത്തോടെ ആയിരിക്കണം, ആവശ്യമായിരിക്കണം, അത് ദൈവിക പ്രമാണത്തിനൊത്തതായിരിക്കണം, ദൈവസ്നേഹത്തിൽ ഉൾപ്പെട്ടതായിരിക്കണം നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഇളയപുത്രൻ ചെന്ന് അവന് വരേണ്ടുന്ന പങ്കാണ് ചോദിച്ചത്, പക്ഷേ അത് ചോദിക്കേണ്ട രീതിയിലല്ല അവൻ അതെല്ലാം വാങ്ങിച്ച് സ്വരൂപിച്ചു കൊണ്ടുപോയത്. അവൻ അപ്പനെ വിട്ട് ദൂരദേശത്തേക്ക് പോവുകയാണ്. ഒരിക്കലും അനുഗ്രഹങ്ങൾ നമ്മളെ ദൈവത്തിന് അകറ്റരുത്. ഒരു ജോലി കിട്ടി, പ്രാർത്ഥിച്ചൊക്കെ ജോലി കിട്ടി, പിന്നെ ചോദിച്ചു ദൈവികാര്യം കൊടുക്കുക, ജോലി കൊണ്ട് ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ വാങ്ങിക്കൊണ്ട് പോയി ദൂരദേശത്തേക്ക് പോവുകയാണത്. അതെല്ലാം അതിനോട് സാമ്യപ്പെടുത്തി പറയാം. അപ്പം അങ്ങനെ ഒരിക്കലും ആകരുത്. ദൈവത്തിന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ട് ദൈവത്തോട് കൂടെ തന്നെ ഇങ്ങോട്ട് ജീവിക്കുക. എപ്പോഴും ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു ചിന്ത, ബോധം, ബുദ്ധിബോധം, അത് നമ്മളിൽ വളർന്നു വരാനായിട്ട് ഇടയായിത്തീരണം. ഇതിലൂടെ പറയുന്നത്, ശാപം അവന് പ്രിയമായിരുന്നു, അതവന് ഭവിച്ചു, അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അതവന് വിട്ടകന്നു പോയി. അവന് വസ്ത്രം പോലെ ശാപം ധരിച്ചു, അത് വെള്ളം പോലെ അവൻ്റെ ഉള്ളിലും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലും ചെന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവന് അനുഗ്രഹം അവന് അപ്രിയമാണ്, അവന് ശാപമാണ് ഇഷ്ടം. അതുകൊണ്ട് അത് തന്നെ അവന് ഭവിക്കുകയാണ്. അതവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യം അരയ്ക്ക് കെട്ടുന്ന കച്ച പോലെയും ഇരിക്കട്ടെ. ഇതിൻ്റെ എതിരാളികൾക്കും എനിക്ക് വിരോധമായി ദോഷം പറയുന്നവർക്ക് യഹോവ കൊടുക്കുന്ന പ്രതിഫലമാകുന്നു എന്ന് പറയുക. ശരിക്കും ഈ റിവെഞ്ച് ചെയ്യുമ്പോൾ തിരിച്ച് റിവെഞ്ച് ചെയ്യാതിരിക്കുമ്പോഴാണ് അവർ നമ്മൾ ഓവർകം ചെയ്യുന്നത്. അതൊരു ഭയങ്കര ഒരു ഇതാണ്, പവറാണ്. ജിതമാനസൻ പട്ടണം പിടിക്കുന്നതിനേക്കാൾ വലിയവനാണെന്ന് പറയും. ജിതമാനസൻ, ശാന്ത മനസ്സ്, അത് ജീവനാണത്. നമ്മുടെ മനസ്സുകളൊക്കെ പലപ്പോഴും മതത്തെ പോലെ പല കാര്യങ്ങളെ തൊട്ട് അസ്വസ്ഥപ്പെട്ട് വ്യാകുലപ്പെട്ടൊക്കെ ജീവിക്കുന്നവരാണ്, പല കാര്യങ്ങളെ ചൊല്ലി. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അതിനെല്ലാം നമുക്ക് പ്രതിവിധി ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ പറയണം, അതവന് പുതയ്ക്കുന്ന വസ്ത്രം പോലെയും നിത്യം അരയ്ക്ക് കിട്ടുന്ന കച്ച പോലെയും ഇരിക്കട്ടെ. അതിൻ്റെ എതിരാളികൾക്കും എനിക്ക് വിരോധമായ ദോഷം പറയുന്നവർക്ക് യോഗ കൊടുക്കുന്ന പ്രതിഫലമാകുന്നുവെന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അത് തന്നെ കൊയ്യും. അത് കൊയ്യുന്നത് വിതച്ചത്രയല്ല കൊയ്യുന്നത്, വിതച്ചതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ കൊയ്യുന്നത്. മൾട്ടിപ്ലൈ ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ നല്ലത് വിത്ത് വിതയ്ക്കാൻ,
തിരുവനന്തപുരത്ത് പറയും, നിൻ്റെ വിത്ത് വിതയ്ക്കുക, രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകിട്ട് നിൻ്റെ കൈ ഇളച്ചിരിക്കരുതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിത്ത് വിതച്ചാൽ, നല്ല വിത്ത് വിതച്ചാൽ നല്ല ഫലം അല്ലേ? നല്ല നിലത്ത് വീണ വിത്ത് നല്ല ഫലമുള്ള വിത്ത്, നല്ല വൃക്ഷത്തിൻ്റെ ഫലമാണ് അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആദിമസഭയിൽ തന്നെ ആരംഭത്തിൽ തന്നെ മറ്റൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്, അനനീയാസും സഫീറായും. അനനീയാസും സഫീറായും എല്ലാവരും നിലം വിറ്റുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽകൾ വയ്ക്കുന്നത് കണ്ടിട്ട് അവരതുപോലെ ചെയ്യാൻ പോയി. എല്ലാവരും ചെയ്യേണ്ടതുപോലെ ചെയ്യണ്ട, നമുക്കൊരു നിയോഗം കിട്ടിയാലേ ആത്മീയ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാനുള്ളൂ. ഇവരെല്ലാവരും അവർ കാണിക്കുന്ന പോലെ തന്നെ ഇവരും കാണിച്ചു നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവർ നിലം വിറ്റിട്ട് കുറേ എടുത്ത് മാറ്റി വെച്ചു. നമുക്ക് വേണ്ടേ? അവരോട് വിൽക്കാനും പറഞ്ഞില്ല, കൊടുക്കാനും ആരും പറഞ്ഞില്ല, അവർ തന്നെ തീരുമാനിച്ചെടുത്തു. എന്നിട്ട് ഒരു കുറേ എടുത്ത് മാറ്റി വെച്ചു ദൈവത്തിന് കൊടുക്കാതെ. ദൈവസന്നിധി വന്നപ്പോൾ ദൈവം ചോദിക്കുകയാണ്, ഇത്രയ്ക്കാണോ നിലം വിറ്റതെന്ന് ചോദിക്കുക. അതെ, അത്രയ്ക്ക് തന്നെയെന്ന് പറയുക. അപ്പോഴാണ് അവൻ കൃമി വിട്ട് അവൻ മരിക്കുന്നതായിട്ട് അവൾ കാണുന്നത്. അതുപോലെ എൻ്റെ ഒരു ഭാര്യ വന്നപ്പോൾ ആ ഭാര്യയോടും ചോദിച്ചു, ഇത്രയ്ക്കാണോ? അതായത് അതേന്ന് അവളും പറഞ്ഞു. അവർ തമ്മിൽ ഒത്തിരുന്നു. അങ്ങനെ അത്രയ്ക്കല്ല, അവർ കുറച്ച് മാറ്റി വെച്ചു. അത് ആരാ മാറ്റി? അവരുടെ അടുത്ത് വിറ്റുകൊണ്ടെന്ന് കൊടുക്കാനൊന്നും ആരും പറഞ്ഞില്ല, പക്ഷെ അവരിൽ ആ ദുഷ്ടത ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിന്മ കൊണ്ട് ഒരിക്കലും അതിനെ ഇത് ചെയ്യാനായിട്ട് ഇടയാകരുത്. നന്മയെ ആ തിന്മയെ ജയിക്കാനായിട്ട് നമുക്കിടയായി തീരണം. അവിടെ അവർ തെറ്റ് ചെയ്തു, ആ തെറ്റിന് ശിക്ഷ വരുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിൻ്റെ കോപം എന്നൊരു വാക്കുണ്ട്. കുഞ്ഞാട് സൗമ്യതയാണ്, പക്ഷേ കുഞ്ഞാടിൻ്റെ കോപം അതൊരു ഭയങ്കരമായിട്ടാണ് പറയുന്നത്. കുഞ്ഞാടിൻ്റെ കോപം ഭയങ്കരമാണെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ മഹോദരൂപത്തെ കാണിക്കുന്നത്. ആ കാലത്തിലൊക്കെ ആയിരിക്കാം അവിടെ പറയുന്നത്. ഏതായാലും ഇവിടെ ദൈവം കോപിക്കുന്നു, ദൈവം ക്ഷണം പ്രതി കോപിക്കുന്നു, എന്നാൽ അവൻ കരുണയോടെ അവൻ ഇടപെടുന്ന ദൈവമാണ്. നീതിയോടെ ന്യായം വിധിക്കുന്ന, നീതിയോടെ അന്തരംഗങ്ങളെ പരിശോധിക്കുന്ന നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ ആശ്രയിച്ചും ആശ്രയിച്ചും രാപ്പകൽ നമുക്ക് ജീവിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. തിരുവഴുത്തുകളെ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഇപ്രകാരം തന്നെ അപ്പോൾ നിന്നോടുള്ള സ്നേഹത്തിലും നിന്നോടുള്ള ആ ബന്ധത്തിലും നിൻ്റെ തിരിഹിതമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ തിരുസന്നിധി യാചിക്കുന്നു. അപ്പം ഇതുവരെ തന്ന എല്ലാ കൃപകളെയും ഓർത്ത് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. തിരുകൃപകൾ തുടർന്നും ഞങ്ങളിൽ കൂടെ അവിടെ നിന്ന് മറ്റുള്ളവരേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ തിരുഹിതം ചെയ്ത് തിരുവിഷ്ടത്തിന് വേണ്ടി മാത്രം ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. ലോകമോ അതിൻ്റെ പ്രൗഢിയോ ആഡംബരങ്ങളോ ഒന്നും ഞങ്ങളെ വശീകരിക്കാതെ നിൻ്റെ സ്നേഹം എല്ലാറ്റിലുപരിയായി ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളതിനെ ആശ്രയിക്കുന്നു. ദൈവസ്നേഹത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന, ഈ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന, ദൈവത്തിൽ കരുണയിലും മഹാദയിലും എല്ലാം ഞങ്ങൾ ആശ്രയിക്കുന്നു. പ്രകാരം അടുത്ത് വരുന്ന ഏവർക്കും അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മുഖാന്തരം ദൈവത്തിലേക്ക് അനേകരടുക്കുവാനിടയായി തീരണമേ. സത്യദൈവത്തെ കണ്ടെത്താനിടയായി തീരണമേ. ജീവനുള്ള സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. ഇതുവരെയും ചൊരിഞ്ഞ നല്ല നന്മകൾക്കായി കൃപകൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായ നമ്മൾ തന്നെ സ്തുതി എല്ലാ തിരുനാമത്വത്തിന് തന്നെ. ആമേൻ. ആശ്വാസദായകനാം യേശു കൂടെയുണ്ട്, എന്നെന്നും കൂടെയുണ്ട്. ദുഃഖത്തിൻ വേളകളിൽ ഭാരങ്ങൾ ഏറിടുമ്പോൾ എൻ ഭാരം താങ്ങിടുന്ന യേശു കൂടെയുണ്ട്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആകുലവേളകളിൽ യേശു കൂടെയുണ്ട്, ഭാരങ്ങൾ താങ്ങുവാൻ യേശു കൂടെയുണ്ട്. നല്ലൊരു തുണയാണവൻ, നല്ലൊരു സഖിയാണവൻ, സന്താപവേളകളിൽ ആശ്വാസദായകനാണവൻ. നല്ലൊരു തുണയാണവൻ, നല്ലൊരു സഖിയാണവൻ.
വിശ്വാസദായകനാണവൻ.